ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ആസിഫിക്കയും അസ്കറുള്ള മൂമെന്റ്സ് ആയിരുന്നു. ആൻഡ് നിങ്ങൾ എന്തായിരുന്നു കൈ കൊടുത്തിട്ട് സംസാരിച്ചത്? എന്താ അതിൽ കഴിഞ്ഞ് എങ്ങനെയുണ്ട് ചോദിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ കഥയൊന്നും ഇല്ല, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടെന്ന്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ആസിഫ് എഴുന്നേറ്റപ്പോ അങ്ങോട്ട് പോയിരുന്നു. അപ്പൊ ആസ്കർ അപ്പുറന്നായിരുന്നു. ചേട്ടോ ഞാനോട് പറഞ്ഞിട്ട് പോ. ആദ്യത്തെ ഞാൻ അടുത്തായിരുന്നത്, പിന്നെ എനിക്കൊരു ടെൻഷൻ ഞാൻ ബാക്കി പോയിരുന്നു. പിന്നെ പടം കഴിഞ്ഞപ്പോ പയ്യെ ഇറങ്ങി വന്നത്. എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ സിനിമയിൽ വന്നിട്ട് ഞാൻ ഇത്രയും നാളായെങ്കിലും എനിക്ക് ജിത്തു തന്നത് വലിയൊരു ലൈഫാണ് ഇനി മുന്നോട്ട്. അപ്പോൾ അത് ഇനി അലമ്പി കളയരുത്, അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റുകൾ നോക്കി ചെയ്യണം, അതെന്നോട് പ്രേക്ഷകരും പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹൈ അടിപൊളിയാണ്. ചിലവർ എന്നെ വഴക്ക് പറയുന്നല്ലോ, ഇനി മുതൽ ഇതുപോലത്തെ നല്ല സ്ക്രിപ്റ്റുകൾ നോക്കി ചെയ്തോണം. ഞാൻ ഇത്രയും പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് നന്നായി കാണണം എന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷമാണ്. ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് പ്രയോറിറ്റീസിൽ ടോപ്പ് 1 സിനിമ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവിന് വരുന്നത്. ഇല്ലെങ്കിൽ ആ വഴി ബാഗ് എടുത്ത് വീട്ടിൽ പോകാറാണ് പതിവ്. അപ്പൊ നമ്മൾ ആദ്യമേ അവിടെ എത്തി കോസ്റ്റ്യൂം മാറി കാരവാനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള കഴിവൊന്നും പണ്ടേ ഇല്ല. വിനീതേട്ടനൊക്കെ മറ്റേ ശ്വാസമൊക്കെ എടുത്തിറങ്ങി വിടും. പക്ഷെ എനിക്ക് ഇതിനുള്ള ഇതില്ലാതെ ഞാൻ ഇതൊക്കെ നോക്കി നിന്ന് ഇവിടെ എന്തെങ്കിലും കോമഡി ഒക്കെ അടിച്ച് ഇവരെ ചുറ്റിപ്പറ്റി നീക്കലായിരുന്നു എന്റെ ഒരു പരിപാടി. ഇവരുടെ ഒരു പെർഫോമൻസിലെ ഒരു ടേക്കിൽ ഇവര് ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത ഒരു സീൻ ഉണ്ടോ ഇതില്? ഇഷ്ടം പോലെ ഉണ്ട്. ഡയറക്ടർ എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടുകാരെ സിനിമ കാണാൻ ഓരോ സിനിമ കാണുമ്പോഴും അവര് ആ റെസ്പോൺസ് കേൾക്കുക എന്ന് പറയുന്നത് അത് എങ്ങനെയാണ്, അത് എനിക്ക് അറിയില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ആവുക എന്നുള്ളത്. പക്ഷെ അതൊരു ഫീലാണ്. നമ്മുടെ ഒരു പരിധിവരെ അവർക്ക് നമുക്ക് നമ്മളുടെ ചെറുപ്പം തൊട്ട് കാണുന്നതല്ലേ. അപ്പോൾ ഒരു സീനിൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് കാണുമ്പോൾ അവർക്കൊരു ഡിറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ക്രിറ്റിസിസം നമ്മൾ കേൾക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് ഹിറ്റാവണം അല്ലെങ്കിൽ അത് നന്നാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് അതൊരു മാജിക്കാണ്. ഫസ്റ്റ് ഷോ നമ്മുടെ പടം തിയേറ്ററിൽ നിന്ന് കാണുക എന്നുള്ള സാധനം ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ്. കാര്യം നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ എല്ലാ സിനിമകളും FDFS പോയി കാണുന്ന ആളാണ്. എല്ലാ സിനിമകളും എന്താ പറയുക, എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും തിയേറ്ററിലാണ് ഫസ്റ്റ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ചാവടിക്കാൻ പൈസ ഇല്ല, പോലും എങ്ങനെയെങ്കിലും പൈസ തിയേറ്ററിൽ പോയി കാണാം. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ പടം ഫസ്റ്റ് ഷോ തിയേറ്ററിൽ നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഭയങ്കര ഒരുപാട് തവണ നമ്മൾ സ്വപ്നം കണ്ടേക്കുന്ന ഒരു മൊമെൻ്റാണ്. ഒന്നും വീണ്ടും എത്ര തവണ അവിടെ പോയിരുന്ന് കാണാൻ പറ്റുമോ അത് തന്നെയാണ് ഏറ്റവും ഒരു ഫേവറേറ്റ് മൊമെന്റ്. റിപ്പീറ്റ് വന്താ സത്ത റിപ്പീറ്റ്. ഓക്കെ, നമ്മൾ പണിയെടുത്താൽ ഒരു സമയത്ത് നമുക്ക് ദൈവം അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രപഞ്ചം തിരിച്ചെല്ലാം തരുമെന്ന് പറയുന്ന പോലെ, ഞാൻ പറയാം, ആരും എന്നെ കണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിക്കും. ലൈഫിൽ നമ്മൾ എവിടെ എന്തൊക്കെ കയ്യിൽ നിന്ന് പോയെന്ന് വെച്ചോ, പക്ഷെ ഒരു വെള്ളിയാഴ്ച നമുക്ക് ലൈഫിൽ ദൈവം തരും. ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ അധ്വാനവും ഞാൻ ചെയ്യുന്ന സിനിമകളും അനുസരിച്ചായിരിക്കും എൻ്റെ ഭാവി ഇരിക്കുന്നത്. ബട്ട് എനിക്ക് ഈ വിജയം, ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ടെല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ ഇതുവരെ വിജയം കണ്ടിട്ടില്ലാന്ന്. ആ വിജയം ഞാൻ ലൈഫിൽ ഫസ്റ്റായിട്ട് ആസ്വദിച്ചു. ഹായ്, ഹലോ, നമസ്കാരം. സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇപ്പോൾ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി സക്സസ്ഫുള്ളി തിയേറ്ററിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവം അധ്യായം 1 എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് ക്രൂ മെമ്പേഴ്സാണ് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്ക്രലി, ഡയറക്ടർ ജിത്തു, വിനീതേട്ടാ, സ്വാഗതം. ശരിക്കും എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു ഹിറ്റ് സിനിമയുടെ നായകൻ, ഇപ്പം സീറ്റ് ഫുള്ളാണ്, ടിക്കറ്റ് എടുത്ത് കിട്ടുന്നില്ല, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഫീൽ? എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവിന് വരുന്നത്. ഇല്ലെങ്കിൽ ആ വഴി ബാഗ് എടുത്ത് വീട്ടിൽ പോകാറാണ് പതിവ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യം, നമ്മുടെ സിനിമ സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ ഇറങ്ങി ഒരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ ടീം ആകെ വീക്കാവും. മൊത്തം എല്ലാവരും പയ്യെ ബാഗ് എടുത്ത് നാട്ടിൽ പോകുന്നൊരു പരിപാടിയിൽ ഭയങ്കര വിഷമം. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ റിലീസിങ്ങിന് മുമ്പാണ് എറണാകുളത്തേക്ക് എല്ലാവരും വരുന്നതും അന്ന് തുടങ്ങിയ ആഘോഷമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലീസ് കഴിഞ്ഞു, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് മൊത്തത്തിൽ. ഇപ്പം പൊതുവെ നമ്മൾ വില്ലൻ റോളുകൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കണ്ട ഒരു മാനറിസം റിപ്പീറ്റിൽ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. വിനീതേട്ടൻ്റെ ആദ്യത്തെ സീൻ കാണുമ്പോൾ തന്നെ ആളൊരു കലിപ്പനാണ് എന്ന് നമുക്ക് കിട്ടി.
ദേഷ്യം വരുന്ന സമയത്ത് ചെറുതായിട്ട് കയ്യിലൊരു മൂവ്മെന്റ് കൊടുക്കുന്നുണ്ട്, അത് കൺട്രോൾ ചെയ്യുന്നത്. സോ ആ ക്യാരക്ടർ മുമ്പ് തന്നെ ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടെന്ന് ഫീൽ ചെയ്തു. ഇത് ഡയറക്ടറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണോ, എങ്ങനെയാണ് അത്? വിനീതേട്ടൻ തന്നെ കുറച്ച് സാധനം കൊണ്ടുവരണം, ആ ട്രാക്കാണോ? അല്ലല്ല, ഇത് കൃത്യമായിട്ട് എനിക്ക് ഫസ്റ്റ് കഥ പറയുമ്പോൾ നമുക്ക് എന്താണെന്നറിയോ, നമ്മളുടെ അടുത്തൊരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റർ ഒരു കഥ പറയുമ്പോൾ അദ്ദേഹത്തിന് അതിന് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ്. അതായത് ആസ് ആൻ ആക്ടർ നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡയറക്ടർ നമുക്ക് അത് നെറേറ്റ് ചെയ്ത് തരുമ്പോൾ തന്നെ നമുക്ക് ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് അത്രയും ക്ലാരിറ്റിയിൽ അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഉണ്ടാവും നമുക്ക് ആ സെറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ. അത് ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ഞാനും ജിത്തുമായിട്ടുണ്ടായിരുന്നു. കാരണം ജിത്തു എനിക്ക് കഥ നെറേറ്റ് ചെയ്യുമ്പോൾ തന്നെ റിജി എന്താണെന്നും റിജിയുടെ ഈവൻ ഇപ്പോൾ ഈ പറഞ്ഞ ബോഡി ലാംഗ്വേജ് പോലും കൃത്യമായിട്ട് ജിത്തുവിന് ധാരണയുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ഇംപ്രവൈസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കൊണ്ടുവരാം. കാരണം ആ ഒരു ഫസ്റ്റ് റീജിയൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ ചെറിയൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതിന് പോലും നമുക്കത് എങ്ങനെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് ജിത്തുവിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിത്തു ഒരു വലിയ വിജയ് ഫാൻ ആയതുകൊണ്ട് ജിത്തുവിന് ഇത്തരം ഫൈറ്റ് സീക്വൻസുകളും അല്ലെങ്കിൽ ഒരു ഹീറോ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ജിത്തുവിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻട്രോ കിട്ടുന്നത് എല്ലാ നായകന്മാരുടെ ഒരു ആഗ്രഹം കൂടിയാണ്. ഈ രണ്ട് കാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് അത് സിനിമ ആക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, ആൻഡ് ഷോർട്ട് ഫിലിം സംഭവിക്കുന്നു, പിന്നീട് അത് സിനിമയാവുന്നു. ഈ രണ്ട് കാസ്റ്റിംഗ് എങ്ങനെയാ, ഇവരിലേക്ക് എത്തുന്നത് എങ്ങനെയാ ശരിക്കും? ഇവരിലേക്ക് എത്തുന്നത് അസ്കറിക്ക് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. 2 വർഷം മുമ്പേ നമ്മൾ വേറെ കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം കംഫർട്ടബിളാണ് എനിക്ക്. മീൻസ് എന്താ പറയുക, നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. എല്ലാത്തിലും ഉപരി ക്യാരക്ടറിന് പക്ക ആപ്റ്റാണ്. വിനീതൻ്റെ അടുത്തൊന്നും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്കൊരു സ്ഥിരം പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വേണ്ട, അല്ലാതെ ആ ഒരു കോൺട്രാസ്റ്റിംഗ് വർക്കൗട്ട് ചെയ്യണം. അപ്പം അങ്ങനെ അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്ന് നോക്കി. അപ്പോൾ അതിനകത്ത് വന്ന ഒരു മെയിൻ ലിസ്റ്റിൽ തന്നെ ഉള്ളതായിരുന്നു വിനീതേട്ടൻ. അപ്പോൾ എനിക്ക് ആക്ടർ ദിലീപേട്ടൻ്റെ അളിയനായിട്ടുള്ള സുരാജ് ഏട്ടൻ്റെ വഴിയാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. എനിക്കൊരു കഥ പറയാൻ വിനീതൻ ഒന്ന് കണക്ട് ചെയ്യൂ എന്ന് രീതി ചോദിച്ചിട്ട് അങ്ങനെയാണ് വിനീതിലോട്ട് എത്തുന്നത്. ഇത് പ്ലാൻ എ പ്ലാൻ ബി ആദ്യ സംവിധാനമാണ്. സോ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, ചെറിയ ആളാണ് എങ്ങനെയായിരിക്കും ടെൻഷൻ പ്രസ് മീറ്റിൽ കേട്ടു. ശരിക്കും ഒരു സിനിമ ചെറിയ ആള് അയ്യോ, അത് വെറും ഇവൻ എന്നേക്കാൾ ഏജ് കൂടുതലാണ്, എന്നിട്ട് ഇവൻ എന്നെ കയറി ഇക്കാന്ന് വിളിക്കുന്നത്. അതെനിക്ക് എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുള്ള ആളായി ഇരിക്കുന്നത് എന്നുള്ളത് ചെറിയ ആളെ. അതാണ് ഞാനത് ഇപ്പൊ ഇനി പ്രൊഫഷണലി അല്ല, കാരണം നമുക്ക് പഠിക്കാനുണ്ട് കാര്യങ്ങൾ. അത്രയും നല്ല ടെക്നീഷ്യൻ ആണ്. അപ്പൊ പിന്നെ ഏതർത്ഥത്തിലെ ചെറുത് എന്നുള്ളതാണ് എനിക്ക് സംശയം. ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നോ സെറ്റിൽ മുഴുവൻ? നമുക്ക് ആ കാലില് റേഞ്ച് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ആദ്യമേ അവിടെ എത്തി കോസ്റ്റ്യൂം മാറി ക്യാരവാനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള കഴിവൊന്നും പണ്ടേ ഇല്ല. വിനീതേട്ടനൊക്കെ മറ്റേ ശ്വാസമൊക്കെ എടുത്തിറങ്ങി വിടും. പക്ഷെ എനിക്ക് ഇതിനുള്ള ഇതില്ലാതെ ഞാൻ ഇതൊക്കെ നോക്കി നിന്ന് ഇവിടെ എന്തെങ്കിലും കോമഡിയൊക്കെ അടിച്ച് ഇവരെ ചുറ്റിപ്പറ്റി നീക്കലായിരുന്നു എന്റെ ഒരു പരിപാടി. അപ്പൊ ഈ പറഞ്ഞ പിന്നെ നമുക്ക് ഇന്ന് ചിലവരൊക്കെ ഒന്ന് പറയും അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രി. പിന്നെ നമുക്ക് മറ്റേ എക്സൈറ്റ്മെന്റ്, ആന എങ്ങനെ വരുമോ. മറ്റേ വിനീതേട്ടൻ വന്നിട്ട് എടാ ഒരു ദിവസം വല്ല ആന വന്ന് ഈ പ്രതിമ എനിക്ക് പക്ഷെ എക്സൈറ്റ്മെന്റ്, ഈ ആന വന്ന് കാണാൻ പറ്റുമോ, എങ്ങനെ എന്റെ പരിപാടി. നമുക്കിത് ഡെയിലി രാവിലെ പോകുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഷൂട്ട് പ്രോപ്പറായിട്ട് നടക്കണം. അപ്പൊ അതിനെന്തെങ്കിലും മഡിൽസ് വരുന്നു കഴിഞ്ഞാൽ എനിക്കറിയാം, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കറിയാം ഒരു ദിവസത്തെ ഷൂട്ട് മാറിപ്പോയാൽ അത് ഏതൊക്കെ രീതിയിൽ ബാധിക്കും ഇതുപോലുള്ള ഒരു സിനിമയ്ക്ക്. അപ്പൊ നമുക്ക് അത്തരം ടെൻഷൻ വേറൊരു വഴിക്കുണ്ട്. ഇവൻ പറഞ്ഞ പോലെ പ്രകൃതി ആസ്വദിക്കുന്നതിനേക്കാളുപരി ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. കൊടുക്കൽ വാങ്ങലുള്ള രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തുവിന്റെ അടുത്ത് ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിത്തുവിന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. ഒന്നാമത് ഇത് അങ്ങനെ ലൂപ്പിൽ കിടക്കുന്ന പടമല്ലേ. അപ്പൊ ഒരു ടൈം ലൈൻ, അപ്പുറത്തെ ഒരു ടൈം ലൈൻ. അപ്പൊ ഈ ടൈം ലൈനിൽ അപ്പൊ ഇത്തരം സംശയങ്ങൾ നമുക്ക് നിരന്തരം വരും. അപ്പൊ അത് ചിലത് ജിത്തു പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും, അല്ലെങ്കിൽ ഞാൻ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തും, അല്ലെങ്കിൽ അസ്കർ പറയുന്നിടത്ത് എത്തും. ഇത്തരം എത്തിക്കഴിഞ്ഞാൽ ജിത്തുവിന്റെ ഒരു ഡയലോഗ് സെറ്റ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ പലർക്കും ടെക്സ്റ്റ് എനിക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ചയക്കുന്ന സെറ്റ്. അല്ല ജിത്തു ഇടയ്ക്ക് ഈ കാര്യം ഇതില് കുറെ സാധനങ്ങൾ എന്റെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലൂപ്പ് പരിപാടി ഇടയ്ക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആവും. അപ്പൊ ഞാനിങ്ങനെ വന്നിട്ട് ഇതിപ്പോ ഏത് സമയത്ത് ഞാനിപ്പോ നടന്നു വരുന്നതാ. കാര്യം ഒരേ റൂട്ടിൽ തന്നെ ഒരു പല മാറ്റങ്ങൾ വന്നിരുന്നു. ഞാൻ ജിത്തുവിനോട് എടാ ഇത്
ഇതെപ്പോ എവിടെന്ന് എങ്ങനെയാ ഇവനിങ്ങനെ ഈ സമയത്ത് വരും ചിക്കൻ വരും അതല്ല നമ്മള് ഇതിന് മുമ്പത്തെ നടത്താറുണ്ട്. ഇവരുടെ ഒരു പെർഫോമൻസില് ഒരു ടേക്കിൽ ഇവര് ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത ഒരു സീൻ ഉണ്ടോ ഇതില്? ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം ഡയറക്ടർ എന്ന് പറയാറുണ്ട്. അല്ല അതിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ അസ്കർക്കയുടെ ഇൻട്രോയിലെ ആ ഒരു പരിപാടി ഭയങ്കര നൈസ് ആയിരുന്നു. അല്ല അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല, എല്ലാരും രണ്ട് ഞാനെപ്പോഴും പറയും ഒരു സംവിധായകന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് സ്കില്ലിന്റെ മേലെ ഒരു മാനേജ്മെന്റ് സ്കിൽ വേണം. അത് ഉണ്ടെന്ന് ഇപ്പം വ്യക്തമായില്ല. അത് അന്നും സെറ്റിലും അത് ജിത്തുവിന് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ജിത്തു ചൂടായിട്ട് കാണുന്നില്ല എന്ന് പറയുന്നത്. ചൂടാവേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് പല സൈഡിൽ നിന്ന്. കാരണം ഒരു ആദ്യത്തെ സംവിധായകൻ എന്ന് പറയുമ്പോൾ ഇതുപോലൊരു സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന സിറ്റുവേഷൻസ് സിനിമ റിലീസിന് മുമ്പുണ്ട്, റിലീസിന് ശേഷമുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല പ്രഷറും. അത് നമ്മളെല്ലാം കാണുന്നുണ്ട്. ജിത്തുവിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉള്ളതുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ജിത്തു ഇത് ആദ്യത്തേതല്ല, ഇത് സിനിമ ഞാൻ എപ്പോൾ സിനിമയിലുണ്ടോ അന്ന് തൊട്ട് ഞാൻ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിത്തുവിനെ ഞാനത് ഫീഡ് ചെയ്ത് അത് ഒന്ന് മൈൽഡാക്കും. പക്ഷെ അപ്പോഴും ജിത്തു ചൂടായിട്ടോ അല്ലെങ്കിൽ ജിത്തുവിൻ്റെ പ്രഷർ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പക്ഷേ ജിത്തു അങ്ങനെ ചൂടായിട്ട് നമുക്ക് കാണില്ല. പക്ഷേ ആ ഒരു മാനേജ്മെന്റ് സ്കില്ല് ജിത്തുവിനുണ്ട്. ഒരിക്കലും ഷോട്ടിൽ പോയി നിൽക്കുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഇവരുടെ കൂടെ നടക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇവർ പ്രഷറിലാണെങ്കിൽ ഇവൻ എന്തെങ്കിലും വേറെ ടെൻഷൻസ് ഉണ്ടോ, അതൊന്നുമില്ല. ഷോട്ട് എടുക്കുന്ന സമയത്ത് അവൻ വേറെ എന്ത് ഇടിഞ്ഞു വീണാലും പിന്നെ ആ ഷോട്ട് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്ന് അത് പറഞ്ഞല്ലേ ഈ 2 ചീഫ് അസോസിയേറ്റ്മാരുണ്ട്, അവരടിപൊളിയാണ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അടിപൊളിയാണ്, ക്യാമറ ടീം ഗംഭീരമാണ്. DOP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജോസൊക്കെ ഒരു പരിചയപ്പെടേണ്ട ഒരു സാധനം തന്നെയാണ്. അല്ല അവനോട് ഇപ്പൊ ഒരു സാധനം പറയുകയാണ്, അല്ലെ ഇങ്ങനെ സാധനം പിടിക്കാം, അപ്പൊ അതില് അത് ഇങ്ങനെ വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, പിടിക്കാം. ഇപ്പൊ അതായത് ഇപ്പൊ ഒരു ജിബിൽ എടുക്കേണ്ട ഷോട്ടാണ്, അവൻ മരത്തെ കയറി തൂങ്ങിയെടുക്കും. ഇപ്പം മെസ്സേജസിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും. എങ്കിലും സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം ഇന്നൊരാൾ വന്നിട്ട് ഈ സിനിമയെക്കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും പറഞ്ഞപ്പം അത് മെമ്മറബിൾ ആയിട്ട് നോക്കുകയാണെന്ന് ഏതായിരിക്കും? എനിക്ക് കുറെ എങ്ങനെ തോന്നി. ചിലവർ എന്നെ വഴക്ക് പറയുന്നല്ലോ, ഇനി മുതൽ ഇതുപോലത്തെ നല്ല സ്ക്രിപ്റ്റുകൾ നോക്കി ചെയ്തോണം. ഞാൻ ഇത്രയും പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് നന്നായി കാണണം എന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ മെസ്സേജ് വന്നിട്ട് ഞാൻ എല്ലാം ഇരുന്ന് റീഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എല്ലാവർക്കും പേഴ്സണലി താങ്ക് യു പറഞ്ഞ് മെസ്സേജ് അയക്കുന്നതും. എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ സിനിമയിൽ വന്നിട്ട് ഞാൻ ഇത്രയും നാളായെങ്കിലും എനിക്ക് ജിത്തു തന്നത് വലിയൊരു ലൈഫാണ് ഇനി മുന്നോട്ട്. അപ്പോൾ അത് ഇനി അലമ്പി കളയരുത്, അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റുകൾ നോക്കി ചെയ്യണം, അതെന്നോട് പ്രേക്ഷകരും പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹൈ അടിപൊളിയാണ്. ഇതിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിലേ, നിങ്ങളൊരു ടൈം ട്രാവലിംഗ് ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏതൊരു കാലഘട്ടത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? എങ്കിലും ആദ്യമായിട്ട് ഇവർക്ക് അതിനൊരു അവസരം കിട്ടി. ചോദിക്കാൻ പറ്റില്ല. ചോദിക്കാറുണ്ട്, പക്ഷെ അതിന് റെലവൻസ് ഇല്ല. ഇവിടെ നമ്മുടെ സിനിമയ്ക്ക് പറ്റും. ഞാൻ ഈ സിനിമ റിലീസായ ദിവസം തന്നെ എനിക്കത് അന്ന് ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ആസിഫിക്കും അസ്കറുള്ള മൂമെന്റ്സ് ആയിരുന്നു. അത് ഇപ്പൊ കുറെ പേര് വീഡിയോസ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേഴ്സണൽ ഇരുന്ന് എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്യൂട്ട് മൂമെന്റ് ആയിരുന്നു അത്. ആൻഡ് നിങ്ങൾ എന്തായിരുന്നു കൈ കൊടുത്തിട്ട് സംസാരിച്ചത് എന്നറിയാനും ഞങ്ങൾക്ക് വീഡിയോ മാത്രമേ ഇട്ടുള്ളൂ. എങ്ങനെയുണ്ട് ചോദിക്കാൻ പറ്റും, കൂടുതൽ കഥയൊന്നും ഇല്ല, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടെന്ന്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ആസിഫ് എഴുന്നേറ്റപ്പോ അങ്ങോട്ട് പോയായിരുന്നു. അപ്പൊ അസ്കർ അപ്പുറന്നായിരുന്നു. ചേട്ടോ ഞാനോട് പറഞ്ഞിട്ട് പോ. ആദ്യത്തെ ഞാൻ അടുത്തായിരുന്നത്, പിന്നെ എനിക്കൊരു ടെൻഷൻ അടിച്ചിട്ട് ഞങ്ങൾ ബാക്കിൽ പോയിരുന്നു. പിന്നെ പടം കഴിഞ്ഞപ്പോ പയ്യെ ഇറങ്ങി വന്നത്. ആസിഫിന് കിട്ടിയില്ല അസ്കർ എവിടെയാണ് അങ്ങോട്ട് നടക്കാൻ. ചേട്ടാ അല്ല, അതൊരു ഭയങ്കര ഫീലാണ്. അത് ശരിക്കും ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടുകാരെ സിനിമ കാണാൻ ഓരോ സിനിമ കാണുമ്പോഴും അവര് ആ റെസ്പോൺസ് കേൾക്കുക എന്ന് പറയുന്നത് അത് എങ്ങനെയാണ്, അത് എനിക്ക് അറിയില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ആവുമോ എന്നുള്ളത്. പക്ഷെ അതൊരു ഫീലാണ്. നമ്മുടെ ഒരു പരിധിവരെ അവർക്ക് നമുക്ക് നമ്മളുടെ ചെറുപ്പം തൊട്ട് കാണുന്നതല്ലേ. അപ്പോൾ ഒരു സീനിൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് കാണുമ്പോൾ അവർക്കൊരു ഡിറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ക്രിറ്റിസിസം നമ്മൾ കേൾക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്.
പിന്നെ അവർക്ക് ഇഷ്ടമായി എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട്. അവർക്ക് അവരുടെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റ് ബന്ധുക്കളിൽ നിന്നും ഒക്കെ കിട്ടുന്ന അങ്ങനെ ഒത്തിരി ഇതിൻ്റെ പല ലെയറിൽ നമുക്ക് ഈ സന്തോഷം വരും. അപ്പോൾ ഇത് നമ്മുടെ അറിയുന്ന ആളുകൾ, ഇനി നമ്മൾ ഒന്നും അറിയാത്ത ആളുകൾ നമുക്ക് ഈ പറയുന്ന പോലെ മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ ചെല്ലുമ്പോൾ നമ്മളുടെ അടുത്ത് കാണിക്കുന്ന ഒരു സ്നേഹമില്ല, അതിലാണ് ശരിക്കും നമ്മൾ അടുത്ത വേറൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പരിചയമേ ഇല്ലാത്ത ഒരാൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാം, അത് വേറൊരു സന്തോഷം. അങ്ങനെ പല ലെയറിൽ അതൊക്കെ സംഭവം എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് തരുന്ന സന്തോഷമാണല്ലേ. അല്ലാതെ നമുക്ക് എല്ലാ പടത്തിനും എഫേർട്ട് സെയിമാണ്. നമ്മളെല്ലാ പടവും ഇപ്പോൾ അസ്കറിൻ്റെ ഇതിനു മുമ്പ് അസ്കർ പറഞ്ഞില്ലേ വേറെ പടങ്ങളൊന്നും ഈ സന്തോഷം കിട്ടിയിട്ടില്ല. പക്ഷേ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെടുക്കുന്ന എഫേർട്ട് സെയിമാണ്. അതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും അതിനിടുന്ന ഇൻപുട്ട് സെയിമാണ്. നമുക്കറിയില്ല ഇതെങ്ങനെയാണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ഹിറ്റിൻ്റെ അത് കറക്റ്റ് അതിൻ്റെ ഒരു ഫോർമുല അറിയെങ്കിൽ എല്ലാവരും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമല്ലോ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് ഹിറ്റാവണം അല്ലെങ്കിൽ അത് നന്നാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് അതൊരു മാജിക്കാണ്. ഇപ്പം രണ്ടുപേരോട് ചോദിച്ചില്ലേ ടൈം ട്രാവലിംഗ്? അല്ല, ഇപ്പോൾ എനിക്കും ഇത് ഒരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. ഫസ്റ്റ് ഷോ നമ്മുടെ പടം തിയേറ്ററിൽ നിന്ന് കാണുക എന്നുള്ള സാധനം ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ എല്ലാ സിനിമകളും FDFS പോയി കാണുന്ന ആളാണ്. എല്ലാ സിനിമകളും എന്താ പറയാ, എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും തിയേറ്ററിലാണ് ഫസ്റ്റ്. അപ്പൊ അതിനകത്ത് ഇപ്പോൾ ചാവടിക്കാൻ പൈസ ഇല്ല, പോലും എങ്ങനെയെങ്കിലും പൈസ തിയേറ്ററിൽ പോയി കാണാം. അപ്പോൾ ആ ഒരു മൊമെന്റിൽ നമ്മുടെ പടം ഫസ്റ്റ് ഷോ തിയേറ്ററിൽ നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഭയങ്കര ഒരുപാട് തവണ നമ്മൾ സ്വപ്നം കണ്ടേക്കുന്ന ഒരു മൊമെന്റ് ആണ്. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യലാണ്. ഒന്നും വീണ്ടും എത്ര തവണ അവിടെ പോയിരുന്ന് കാണാൻ പറ്റുമോ അത് തന്നെയാണ് ഏറ്റവും ഒരു ഫേവറേറ്റ് മൊമെന്റ്. റിപ്പീറ്റ് വന്താ സുട്ടാ സട്ടാ റിപ്പീറ്റ്. ഈ ഞങ്ങൾ വിജയ് സ്റ്റൈലിൽ പറഞ്ഞു അല്ല, അത് ഞങ്ങളുടെ സിംബു ഫാന്റെ ഡയലോഗ്, സിംബുന്റെ ഡയലോഗ്. ഞങ്ങള് ഈ ഇത് കഴിഞ്ഞിട്ട് തിയേറ്റർ വിസിറ്റിന് ഇവന്റെ നാട്ടിൽ പോയി. അപ്പൊ അവിടുത്തെ തിയേറ്ററിൽ പോയപ്പോഴത്തേക്കും തിയേറ്ററിലെ മാനേജർ ഓണറോ ആരും വന്നിട്ട് എന്നോട് ഒരു ഇത് മോനെ ഇവരാണ് ഈ സിനിമ എടുത്തതെന്ന് എനിക്ക് ആദ്യമേ അറിയില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിളിച്ചിട്ട് ഈ പടം ഇടണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോഴത്തേക്കും നിങ്ങളുടെ നാട്ടുകാരനെ പയ്യെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനും നമ്മുടെ ഒരു അസോസിയേറ്റ് മെൽബിനും കൂടെ പോയപ്പോഴത്തേക്ക് തിയേറ്ററിൽ ഇവര് നമ്മുടെ കസ്റ്റമറില്ലേ, എല്ലാ പടവും ആദ്യ ദിവസം ഇവന്മാരാണല്ലോ ഒന്ന് തുടക്കം ഇടുന്നത്. റിലീസിംഗിന്റെ അന്ന് ഇവന്മാര് രണ്ടുപേരും എല്ലാ പടവും പോയി അവിടെ പോയി കാണും. അല്ല, അപ്പൊ പുള്ളിയെ ചോദിക്കും, എടാ നിങ്ങൾ പണിയൊന്നും പോണില്ലേ, പടമാണ് നമ്മുടെ പരിപാടി അവർക്ക് അറിയില്ല, അപ്പൊ വന്നിട്ട് ഇറങ്ങിട്ട് പറയാം. ജിത്തുവിന്റെ ഇപ്പം ആദ്യ സിനിമ ആ ഒരു ഹാർഡ് വർക്ക്, ഇപ്പത്തെ റിസൾട്ട്, ഇപ്പൊ സിനിമയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇതിപ്പോ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ദിവസം വരും, നമുക്കൊരു വെള്ളിയാഴ്ച വരും എന്ന് ആഗ്രഹിച്ചിട്ടാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് 3 പേര് എപ്പോഴും നമുക്ക് സിനിമ ഉണ്ടാവണമെന്നില്ല, എപ്പോഴും നമുക്ക് സക്സസ് ഉണ്ടാവണമെന്നില്ല, നമ്മൾ എന്താ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. സോ നിങ്ങൾക്ക് ആണെങ്കിൽ സിനിമയാണ് ലൈഫ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പോയാലും സിനിമ എത്തണം, സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം, ഈ ത്വരാന്ന് പറയുന്ന സാധനം എന്തുകൊണ്ടാണ്? അതല്ലേ പാഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു വിഷയത്തോട് ഒരു പാഷൻ ഉണ്ടെങ്കിൽ അത് ഏതും. ഇപ്പോൾ സഞ്ജു ക്രിക്കറ്റിൽ ഇപ്പോൾ നമുക്ക് അടിക്കുമ്പോൾ സഞ്ജുവിൻ്റെ എത്ര വർഷത്തെയാണ്, 10 വർഷം മുമ്പ് സഞ്ജു പറയുന്ന നമ്മൾ കേൾക്കുന്നില്ല. നമുക്ക് എന്തിനാണോ പാഷൻ, അത് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനപ്പുറത്ത് സന്തോഷം തരുന്ന ഒന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അതാണ് പാഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പവർ. അതായിരിക്കും ഏറ്റവും സന്തോഷം തരുന്നത്. അപ്പോൾ അങ്ങനെ സന്തോഷം തരുന്നതിനെ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ തള്ളി നമ്മളതിൽ നിന്ന് പുറത്തു പോയാലും വീണ്ടും നമ്മൾ അതിൽ പിടിച്ചു കയറില്ല. ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്വപ്നമാണ്. ആൻഡ് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആളുകളെങ്കിൽ വേറെ പണിക്ക് പൊക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. സിനിമയാണ് ഡ്രീം എന്ന് പറഞ്ഞാൽ സിനിമയല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആർട്ടിസ്റ്റിനോട്. സോ ഇതൊക്കെ മാറ്റി സിനിമ ഫോക്കസ് ചെയ്യാനുള്ള കാരണം അല്ല, ചേട്ടൻ പറഞ്ഞ പാഷൻ ഞാൻ അതിനെ അഡിക്ഷൻ ആയിട്ടാണ് കാണുന്നത്. കാര്യം വെച്ചാൽ ഞാൻ ആദ്യം എനിക്ക് ലൈഫിൽ വേറെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നുമില്ല. എനിക്ക് സ്പോർട്സിനെ പറ്റി കാര്യമായിട്ടുള്ള ധാരണയില്ല, രാഷ്ട്രീയത്തെ പറ്റി ധാരണയില്ല. സിനിമ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക, സിനിമ കാണുക, സിനിമയെ പറ്റി സംസാരിക്കുക, ഇത് മാത്രമേ ഉള്ളൂ ലൈഫിൽ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, അത് ചെയ്യണം എന്നുള്ളൊരു സാധനം, വേറെ എന്ത് സംഭവിച്ചാലും ചെയ്യണം എന്നുള്ളൊരു സാധനം, അത് ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. സിനിമയിൽ മീൻസ് ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് പ്രയോറിറ്റീസിൽ ടോപ്പ് 1 സിനിമ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എപ്പോഴെങ്കിലും ഈ സിനിമയൊക്കെ ഹിറ്റായിട്ട് ഇതുപോലെ ഇന്റർവ്യൂ ഇരിക്കുന്ന മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും അത് ഇത് എന്ന് ഇതിലേക്ക് എടുത്ത് കാല് വെച്ചോ അപ്പം തൊട്ട് ഇതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ ടൈം ട്രാവൽ ചെയ്യാൻ ഇങ്ങോട്ടാണ്. ഫസ്റ്റ് ഷോ കഴിയുന്ന സമയത്ത് ഒരു ഹൗസ്ഫുൾ തിയേറ്ററിൽ നിന്ന് നമ്മുടെ പേരെഴുതി കാണിക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും കൈയടിക്കണം. ആ സൗണ്ട് കേട്ടിട്ടാണ് ഓരോ ദിവസം കിടന്ന് ഉറങ്ങുന്നത് എണീക്കുന്നത്. ഉറപ്പായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത് തന്നെ ഈ പറഞ്ഞ പോലെ
എനിക്കിപ്പോൾ ഓക്കെ നമ്മൾ പണിയെടുത്താൽ ഒരു സമയത്ത് നമുക്ക് ദൈവം അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രപഞ്ചം തിരിച്ചെല്ലാം തരുമെന്ന് പറയുന്ന പോലെ ഞാൻ പറയാം, ആരും എന്നെ കണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിക്കാം. ലൈഫിൽ നമ്മൾ എവിടെ എന്തൊക്കെ കയ്യിൽ നിന്ന് പോയെന്ന് വെച്ചോ, പക്ഷെ ഒരു വെള്ളിയാഴ്ച നമുക്ക് ലൈഫിൽ ദൈവം തരും. ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ അധ്വാനവും ഞാൻ ചെയ്യുന്ന സിനിമകളും അനുസരിച്ചായിരിക്കും എൻ്റെ ഭാവി ഇരിക്കുന്നത്. ബട്ട് എനിക്ക് ഈ വിജയം, ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ടെല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ ഇതുവരെ വിജയം കണ്ടിട്ടില്ല എന്ന്. ആ വിജയം ഞാൻ ലൈഫിൽ ഫസ്റ്റായിട്ട് ആസ്വദിച്ചു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി അതിനു വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി ഭാസ്കർക്ക് ഏത് സിനിമ ചെയ്യണോ, എന്ത് സ്ക്രിപ്റ്റാണ് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് സ്നേഹിക്കുന്ന കുറേ പേര് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. ഇതേപോലെ വഴക്കും കിട്ടും കറക്റ്റ് സെലക്ട് ചെയ്തില്ലെങ്കിൽ. അല്ല, സിനിമ എന്താണെന്നറിയോ, അങ്ങനെ നമുക്ക് ഒരാൾ മാത്രം വിചാരിച്ചാൽ നമുക്ക് ഹിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. സത്യം. നമ്മൾ ആഗ്രഹിക്കാനേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുമോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ആ കഥ കേൾക്കുമ്പോൾ നമ്മളൊരു സിനിമ കാണും, ആ സംവിധായകൻ്റെ മനസ്സിൽ ഒരു സിനിമയുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരുപാട് ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത്, പ്രേക്ഷകന് ഇഷ്ടമാവുന്നത്. പല സിനിമകളും നമ്മൾ എഡിറ്റിംഗ് ടേബിളിൽ കണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ ഈവൻ സെൻസറിൽ കണ്ടിട്ട് മോശം അഭിപ്രായം കിട്ടിയ സിനിമകൾ തിയേറ്ററിലെത്തുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവുകയില്ല. ഇതേപോലെ തിരിച്ചും ഉണ്ടാവാറുണ്ട്. അപ്പോൾ സിനിമയുടെ ആ ഒരു ഫാക്ടർ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് അധ്വാനിക്കാം. നമ്മൾ സിൻസിയർ ആവുക, അല്ലെങ്കിൽ 100% അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് ഇനി അസ്കർ ചെയ്യും എന്നുള്ളത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു. ഇനി നാളെ തൊട്ട് ഞാൻ സെറ്റാണ്. സീനിയർ ആണ്, അപ്പൊ ആളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കില്ലോ. വിനീതേട്ടൻ്റെ അടുത്ത് നിന്ന് എടുത്തൊരു കാര്യം എന്താ? കുറേ കാര്യങ്ങളുണ്ട്. കാര്യം വിനീതേട്ടന് കറക്റ്റ് എങ്ങനെ സംസാരിക്കണം. ഞാൻ ഇങ്ങനെ ഇപ്പോൾ വിനീതേട്ടൻ സംസാരിക്കുമ്പോൾ അവർക്ക് ചളിച്ചോ പൊളിച്ചോ എന്നുള്ള സംസാരമായിട്ട് നിർത്തണം. വിനീതേട്ടൻ മറ്റേ പക്വതയോടെ കറക്റ്റ് അർത്ഥവത്തായ കാര്യങ്ങളൊക്കെ പറയാനൊന്ന് പഠിക്കണം, അളന്ന് മുറിച്ചൊന്ന് പഠിക്കണം. അല്ല, അതൊക്കെ തന്നെ വിനീതേട്ടൻ്റെ കുറേ ഉണ്ട്. ഇപ്പൊ വിനീതേട്ടൻ സെറ്റിൽ വരുന്നു, ഒരു വലിയ പുസ്തകമാണ്, ഒരു പുസ്തകമാണ്. കുറെ കാര്യങ്ങളുണ്ട്, എല്ലാം പറയാൻ പറ്റില്ല. ഓക്കെ. പക്ഷെ ഈ സിനിമ വന്നതിന് ശേഷം ജിത്തുവിനെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജിത്തുവിന്റെ അടുത്ത പടം എന്തായിരിക്കും എന്നത് ഓൾറെഡി ഈ ഇൻഡസ്ട്രിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. സോ അതിനെങ്ങനെയാ കാണണേ? ഇപ്പം പൊതുവെ നമ്മൾ ആൾക്കാർ ഈ പ്രതീക്ഷ കൂടുമല്ലോ, അപ്പൊ അത് ഡയറക്ടേഴ്സിനായാലും ആക്ടേഴ്സിനായാലും ഈ പ്രതീക്ഷ ആളുകൾ കൂടുതൽ വെക്കുന്നത് നിങ്ങൾ എങ്ങനെ എടുക്കുക? നിങ്ങൾക്ക് അതൊരു ടെൻഷൻ ആക്കാറുണ്ടോ? ശരിക്കും പ്രതീക്ഷ കൂടുതൽ വെക്കുന്ന ടെൻഷൻ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെയൊക്കെ പ്രതീക്ഷ വെക്കേണ്ടത് ഇല്ല, ഒരു പ്രതീക്ഷ ഇല്ലാതെ ശരിക്കും പ്രതീക്ഷ ഇവിടെ ഓക്കെയാണ്. പ്രതീക്ഷ ഇല്ല, ഐ മീൻ സിനിമ ചെയ്യുമ്പോൾ പ്രതീക്ഷയില്ല. അല്ല, ആ ചോദ്യം ഇതായിരുന്നു, പ്രതീക്ഷ ഒരു ഭാരമാവുന്നുണ്ടോന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു പാഷനും എൻ്റെ ഒരു വിഷനും ഉണ്ട്. ആ വിഷനിലേക്കുള്ള ട്രാവലിൽ എനിക്ക് ചുറ്റുനിന്ന് കേൾക്കുന്നതോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ എനിക്ക് അതിനകത്ത് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ഞാനത് ശ്രദ്ധിച്ച് എൻ്റെ കറക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ നോക്കാറുണ്ട്. ഞാൻ ജിത്തുവിൻ്റെ അടുത്തും അതാ പറയുന്നത്. നമുക്ക് ഇത്രയും പോസിറ്റീവ് കേൾക്കുമ്പോഴും റിവ്യൂസിൽ പറയുന്നതും ആളുകൾ പറയുന്നതിനകത്തും എന്തെങ്കിലുമൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അത് നമ്മൾ ഗ്രോ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണ്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ അങ്ങനത്തെ ഒരു മേക്കർ ആവാൻ എനിക്ക് ആഗ്രഹമില്ല. ഐ മീൻ എൻ്റെ സിനിമ കൊണ്ടാണ് ഞാൻ റെക്കഗ്നൈസ് ചെയ്യപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത്. ഈ സിനിമ ആരാണ് ചെയ്തത്, അല്ലെങ്കിൽ ആ സിനിമ കണ്ട ഉടനെ ഇത് ഇന്നാളുടെ സിനിമയാണ് എന്ന് പറയുന്ന രീതിയിലൊരു ബ്രാൻഡിങ് അത് എനിക്ക് എളുപ്പമാണ് വേണമെങ്കിൽ. അതല്ല, മറ്റേത് കുറച്ച് ടഫാണ്. അങ്ങനെ അല്ലാതായി മാറുക എന്ന് പറയുന്നത്. എവരി ഫിലിം ആ സിനിമ സംസാരിക്കുകയും ഇത് ആരാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനാണെന്ന് അറിഞ്ഞാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാരം എനിക്കില്ല. ഐ മീൻ വിനീതിൻ്റെ പടം അതിങ്ങനെയായിരുന്നു. അല്ല, പ്രതീക്ഷയുടെ കേസ് പറയാം. ഞാനിപ്പോൾ തന്നെ ഇപ്പം നമുക്കും ഫസ്റ്റ് പടമാണ്. അപ്പം ഒരു സേഫ് സോൺ പരിപാടി നമുക്കും ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ, ചെയ്യുന്ന സിനിമകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ. അപ്പോൾ ഞാൻ ഇനിയും ഇതേ കൈൻഡ് ഓഫ് ജോണർ പരിപാടികളൊക്കെ തന്നെയാണ് പിടിക്കാൻ സാധ്യത. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവുകൾ പറയുന്നതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് കൂടുതലും നമുക്കും കൂടുതൽ ചെവി കൊടുക്കുന്നത്. ഇപ്പം ഞാനും മെൽവിനും എപ്പോഴും ചീഫ് അസോസിയേറ്റ് ഞങ്ങളെപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളും പറഞ്ഞിരിക്കണം അച്ഛൻ്റെ ഇന്ന സ്ഥലം പാളിയിട്ടുണ്ട്, അപ്പോൾ അടുത്ത തവണത്തെ അത് പിടിക്കണം. അപ്പോൾ ഇതാണ് നമ്മളും കൂടുതൽ എന്താ പറയുക, നമ്മുടെ നെഗറ്റീവ്സിനെ പറ്റിയാണ് നമ്മൾ കൂടുതലും എന്താ പറയുക ശ്രദ്ധിക്കുന്നത്. അത് നമ്മൾ നോട്ട് ചെയ്ത് അടുത്തടുത്ത സിനിമകളിൽ അത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും പ്ലാൻ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിനകത്ത് പറഞ്ഞൊരു ഫീഡ്ബാക്കാണ്, എടാ നീ പടത്തിൽ താങ്ക്സ് കാർഡ് എഴുതുമ്പോൾ ഒരു വലിയൊരു ഫോണ്ടിലാണ് താങ്ക്സ് കാർഡ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അത് പടമായിട്ടൊന്നൊരു ബന്ധത്തിൽ എത്ര പറഞ്ഞാണ് നീ ഒരു നോർമൽ ഫോണ്ടിൽ സിനിമയെ കാണിക്കുന്ന രീതിയിൽ ചെറിയ ഫോണ്ട് നോക്കുകയാണെങ്കിൽ തുടക്കം ഫസ്റ്റ് ഫ്രെയിം തൊട്ടേ നീ ചെയ്യുന്ന ഒരു സിനിമയാണെന്നുള്ള ഒരു തോന്നൽ ഓഡിയൻസിനുണ്ടാവും. അപ്പോൾ അത് ശരിയാണല്ലോ. അപ്പോൾ അത് ആ ഫീഡ്ബാക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കോൺഷ്യസ് ആയത്. അപ്പോൾ കൂടുതലും
പോസിറ്റീവിനെ പറ്റി എത്രത്തോളം വില കൊടുക്കുന്നു അതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്സിനെ പറ്റി നമ്മൾ ശ്രദ്ധാലു ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പരിപാടി. എനിക്ക് ഒരു നല്ല സിനിമ പ്രൊമോഷൻ ഇല്ലാതെ തന്നെ മൗത്ത് പബ്ലിസിറ്റി വഴി ആളുകൾ ഏറ്റെടുക്കുന്ന എപ്പോഴും പറയാറുണ്ട്. ശരിക്കും ഈ സിനിമ ശരിക്കും ആളുകൾ കണ്ട് ഈ മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും തിയേറ്ററിലെ ആളുകൾ കാണാൻ പോകുന്നതും. അത് എങ്ങനെയാണ് ശരിക്കും? അതിൻ്റെ രണ്ട് ഭാഗം എപ്പോഴും പറയാറുണ്ട്. സിനിമക്ക് പ്രൊമോഷൻ വേണം, സിനിമക്ക് പ്രൊമോഷൻ വേണ്ട, നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കാണും. നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സിനിമയാണ് സംസാരിക്കുന്നത് അൾട്ടിമേറ്റ്ലി. ഇനി നിങ്ങൾ എത്ര വലിയ പബ്ലിസിറ്റി കൊടുത്താലും നമുക്കതിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അതിനുവേണ്ടി ഒരുപാട് സ്പെൻഡ് ചെയ്താലും സിനിമ വർക്കായില്ലെങ്കിൽ അത് പ്രേക്ഷകർ ഫസ്റ്റ് ഡേ തന്നെ അങ്ങ് പറയും ഏറ്റില്ല എന്ന്. ഇനി അതല്ല, തിരിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ നല്ലൊരു സിനിമ, നല്ലൊരു അഭിപ്രായം കിട്ടിയാൽ പിന്നെ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇത് നല്ലതാണ് എന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് പല കാര്യങ്ങളുണ്ട്. നമ്മുടെ PR അതിനു വേണ്ടി വർക്ക് ചെയ്യും, അവരുടെ കുറേ ഐഡിയാസ് ഉണ്ടാവും, പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുണ്ടാവും, അങ്ങനെ പല ഐഡിയ ആണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റായിട്ട് ഈ സിനിമയിൽ വർക്കാവുന്നത് പ്രേക്ഷകരാണ്. അവർ തരുന്ന മെസ്സേജുകൾ അവർ തന്നെ ഷെയർ ചെയ്തിട്ട് മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ട് അവർ ഫ്രണ്ട്സിന് അയക്കുന്നത്. കാരണം അവരിടുന്ന സ്റ്റോറീസ് കാണുന്നത് നമ്മൾ മാത്രമല്ലല്ലോ, അത് ഭയങ്കരമായിട്ട് റീച്ച് ആവുന്നുണ്ട്. എന്നാൽ നമ്മുടെ കൂടെ ഇതിൻ്റെ കൂടെയുള്ള PR-ൻ്റെ വർക്കും ഇതൊക്കെ നമ്മൾ സപ്പോർട്ടീവായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്ക് അതിനൊരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഞങ്ങൾക്ക് ഈ സിനിമ വർക്കായതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യും? നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതും റിലീസായിട്ട് ഈ വീക്കിൽ നമ്മളിപ്പം സെക്കൻഡ് വീക്കിലേക്ക് പോകുമ്പോഴാണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളിത് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ഈ സിനിമ ആളുകൾക്ക് ഇഷ്ടമാവും എന്നുള്ള ജിത്തുവിൻ്റെയും നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള ഒരു കോൺഫിഡൻസ് എന്നാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ അവിടുത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളല്ലേ പറഞ്ഞത്. കാരണം സിനിമയെ കുറിച്ചിട്ട് സിനിമ തന്നെ സംസാരിക്കുന്നുണ്ട്, പ്രേക്ഷകർ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? എന്താ ചോദ്യം? പ്രൊമോഷൻസ് എല്ലാ പടത്തിനും ആവശ്യമായ പ്രൊമോഷൻസ് വേണം. അത് ഇതിലും ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ, സിനിമ സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള എല്ലാം ഒരുപോലെ അടിപൊളിയാവും. നമുക്കിപ്പോൾ ഒരു സിനിമ പരാജയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരെയും കുറ്റം പറയാം, PR-നെ പറയാം, അവരെ പറയാം, ഇവരെ പറയാം. ഒരു സിനിമ സക്സസ് ആയി കഴിയുമ്പോൾ അതുപോലെ ഇതെല്ലാം പിന്നെ ഈ പ്രേക്ഷകരെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിന് ലൈക്ക് വരും, നമ്മൾ എന്ത് ചെയ്താലും അത് നന്നായി വരുക. സോ ഞാൻ പറയാം, എല്ലാം ഇതിൻ്റെ ഘടകമാണ്. ഇത് എല്ലാം കൂടെ ഒരുമിക്കുമ്പോഴാണല്ലോ ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത്. എടാ, നീ ഇത്ര ഇന്റലക്ച്വൽ എൻ്റെ പൊന്നു വിനീത, അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഞാൻ ഒന്ന് ഞെളിഞ്ഞിരിക്കട്ടെ കുറച്ചു നേരം. ഇനി അസ്കൃക്കയുടെ കാലാണ്. അവനൊരു മര്യാദക്കൊക്കെ സിനിമയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചേക്കാം, നീ അവനെ വെറുതെ നശിപ്പിക്കല്ലേ. ഞാൻ ഇതൊരിക്കലും പറഞ്ഞത് ഈ ഒരു ഹൈയിൽ ഞാൻ അഹങ്കാരം കാട്ടി ഞാൻ കുറേ സിനിമകളൊക്കെ പോയി ചെയ്തു കഴിഞ്ഞാൽ അതിലൊന്നും വലിയ കാര്യമില്ല. എല്ലാത്തിലും ജിത്തു വേണം എന്നെ രക്ഷപ്പെടുത്താതൊന്നുമില്ല. പക്ഷെ നല്ല സിനിമകൾ ചെയ്യുക, ഞാൻ പറയും, ഈ പറയുന്ന തമാശയൊക്കെ ഒരു സന്തോഷമാണ്. ഇതൊരിക്കലും ഇത് ജീവിതത്തിൽ ഒരു ഹൈ ആയിട്ട് എടുത്ത് ഞാൻ നാളെ പോയി ഭയങ്കര അഹങ്കാരത്തോടെ എവിടെയെങ്കിലും സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അറിയാം ഇവൻ എവിടം വരെ പോകുന്നത്. സിനിമ നന്നാവുമ്പോഴാണ് എന്നെ ഏറ്റെടുക്കുന്നത്, അല്ലാതെ എൻ്റെ സിനിമ കാണാൻ അല്ല പോയത്. അവർ ജിത്തു പിടിച്ച സംഭവം അധ്യായം 1 എന്ന് പറഞ്ഞ സിനിമയാണ് അവർക്ക് ഇഷ്ടമായത്. അതിലൂടെയാണ് ഞങ്ങളൊക്കെ കയറി വരുന്നത്. അപ്പോൾ അതുപോലെ നല്ല നല്ല സിനിമകൾ ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നോക്കാം. തീർച്ചയായിട്ടും. ഇപ്പൊ സംഭവം അധ്യായം 1 സക്സസ്ഫുള്ളി ഇപ്പൊ തിയേറ്ററിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആളുകൾ കാണാത്തവരുണ്ട്. അപ്പം അവരോട് എന്താ പറയാനുള്ളത്? എന്തായാലും തിയേറ്ററിൽ പോയിട്ടുണ്ട്, ഞാൻ കണ്ട ആളാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ഞാൻ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ പറയൂ, ഇതുവരെ എനിക്കൊന്ന് നീ പറഞ്ഞത് വെച്ച് അവസാനിപ്പിക്കണം. ഞങ്ങളല്ലേ ഇനി പറഞ്ഞത്, നീ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു. തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണുന്നത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ്. സോ എങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഫീൽ കിട്ടും. ഞാൻ കുറച്ച് നേരം ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ ഓടുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് സന്തോഷം. 100 ദിവസം സിനിമ പോട്ടെ, ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സൈന 14 years കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 3 പേർക്കും ഒരു സ്നേഹ സമ്മാനം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു.